ക്രിക് ടോക്സ് വിത്ത് മന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കുന്ന കാഴ്ച കണ്ടില്ലേ? ചെന്നൈ ഇപ്പൊ ബാക്ക് ടു ബാക്ക് വിജയം സ്വന്തമാക്കിക്കൊണ്ടുവരികയാണ്. അവർ ആ ട്രാക്കിലേക്ക് പതിയെ പതിയെ എത്തുന്നതിന്റെ കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. നമുക്ക് ഏതായാലും ഇന്നലത്തെ മത്സരത്തിലെ ഒന്ന് സമഗ്രമായിട്ട് വിലയിരുത്താം. ഇന്നലെ നമുക്കറിയാം, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരുന്നു കളി നടന്നത്, ഡൽഹിയിൽ. അപ്പോ നമ്മൾ പറഞ്ഞ തന്നെ പിച്ച് ചിലപ്പോൾ സ്ലോ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേപോലെ തന്നെ സ്ലോ ആയിരുന്നു. അപ്പൊ ടോസ് കിട്ടിയിട്ട് അക്ഷർ പട്ടേൽ എന്ത് പണിയെടുത്തു? ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. 185 റൺസ് എടുത്തു. പക്ഷെ ആ സ്കോർ ഒരു 10-15 റൺസ് ഷോർട്ട് ആക്കിയെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. പിന്നെ നല്ല രീതിയിൽ ഇമ്പാക്ട് ഇട്ടൊരു പിച്ചായിരുന്നു നേരത്തെ പിച്ച്, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഫസ്റ്റത്തെ ഓവറിൽ അക്കീൽ ഹുസൈനാണ് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നത് ബോള്. ആ ഓവറിൽ ഡൽഹി നല്ല രീതിയിൽ പതറി എന്ന് പറയാൻ പറ്റില്ല, 2 ബൗണ്ടറികളൊക്കെ അടിക്കുന്ന കാഴ്ച കണ്ടു. എന്നാൽ പോലും 2 ബൗണ്ടറികൾ അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ? രണ്ടാമത്തെ ഓവർ മുകേഷ് ചൗധരിക്ക് കൊടുക്കുന്നു. ആ ഓവറിൽ ഒറ്റ ബൗണ്ടറി മാത്രമാണ് ഡൽഹിക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ രാഹുലിന്റെ സംഖ്യയോടെ വളരെ പതിയാണ് കളിച്ചത്. ആ പിച്ചിനോട് മനസ്സിലേക്ക് കളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. പിന്നെന്താ ഉണ്ടായത്? മൂന്നാമത്തെ ഓവർ എന്തായി? അക്കീൽ ഹുസൈൻ തന്നെ വരുന്നു. ആ ഓവറിൽ രാഹുല് ഒരു ബൗണ്ടറി ഒക്കെ അടിക്കുന്നുണ്ട് ആ ഓവറിലും. അങ്ങനെ സ്പിന്നറെ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 4ാമത്തെ ഓവർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുകേഷ് ചൗധരി വരുന്നു. ആ ഓവറിൽ 10 മിനിറ്റ് ഒരു 6 അടിക്കുന്നുണ്ട്. പക്ഷെ തൊട്ട് പുറകത്തെ പന്തിൽ, അതായത് 3ാമത്തെ ഓവറിൽ 3ാമത്തെ പന്തിൽ ബൗണ്ടറി അടിക്കുന്നു. പിന്നെ 4ാമത്തെ പന്തിൽ 6 അടിക്കുന്നു. 5ാമത്തെ പന്തിൽ ആദ്യം ഒരു ഷോട്ട് ശ്രമിക്കുമ്പോൾ ഡബിൾ പ്രവേശിപ്പിച്ച് അദ്ദേഹം ഔട്ടാകുന്നു. അങ്ങനെ അദ്ദേഹം 19 റൺസുമായിട്ട് നിസാങ്കം അടങ്ങുമ്പോൾ ടീമിന്റെ ടോട്ടൽ എന്ന് പറയാനുള്ളത്, അങ്ങനെ 19 റൺസിന് നിസാങ്കം അടങ്ങുമ്പോൾ ടീം ടോട്ടൽ 29. 4 ഓവറിൽ 29 റൺസിലേക്ക് ടീം എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, 4 ഓവറിൽ 29 റൺസിലേക്ക് ടീം എത്തി. പിന്നെ അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി നിതീഷാണ് വരുന്നത്. നിതീഷാണ് രാഹുലിനെ കൂടി വളരെ പതിയെ എടുക്കുന്നത്. പക്ഷേ രാഹുൽ അധികം വൈകാതെ രാഹുലിനെയും പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് 6ാമത്തെ ഓവറിൽ തന്നെ രാഹുലും പോകുന്നു. രാഹുൽ പോകുമ്പോൾ രാഹുൽ 13 പന്തിൽ 12 റൺസാണ് രാഹുൽ എടുത്തത്. ടീമിന്റെ ടോട്ടൽ ആവട്ടെ 36-2. പിന്നെ കരുൺ നായരും നിതീഷാണ്. കരുൺ നായർ 2-3 ഫോറുകൾ അടിക്കുന്ന കാഴ്ചയുണ്ട്. പക്ഷേ കരുൺ നായരൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് 100ാമത്തെ പന്തിൽ അദ്ദേഹം ബോൾ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാച്ച് ഔട്ടായി പോകുന്നു. അങ്ങനെ 13 റൺസിൽ കരുൺ നായർ പോകുമ്പോൾ പിന്നെ നിതീഷാണ് വിക്കറ്റും പോകുന്നു. 50 എടുക്കുന്നു. അദ്ദേഹത്തിന്റെ വിക്കറ്റും ബൗണ്ടറിയിൽ കാർത്തിക് ശർമ്മ വിളിച്ചു പറഞ്ഞു. അക്ഷർ പട്ടേലിന്റെ കാര്യം, ക്യാപ്റ്റൻ ഈ സീസണിൽ ബാറ്റ് കൊണ്ട് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. അക്ഷർ പട്ടേൽ എടുത്ത റൺസത്തിലാണ് 2 റൺസാണ് അക്ഷർ പട്ടേൽ എടുത്തത്. ഇന്നലെ അദ്ദേഹം 6 പന്തിൽ 2 വിക്കറ്റ്. 2 പേരും കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിൽ ഒന്ന് അത് അടിച്ചു കുറച്ച് ടീമിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി. 69 റൺസിൽ 5 വിക്കറ്റ് പോയിരിക്കുന്നത്. സ്റ്റെർത്തും റിസ്ബും കൂടി മെല്ലനെ ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 134 2 വിക്കറ്റും പോകുന്നത് അവരുടെ, അതായത് സ്റ്റെപ്സും വിക്കറ്റ് പോകുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ 100ാമതിന്റെ ഓവറിൽ നമ്മൾ എടുത്തു പറയണം. അതായത് കരുൺ നായരെ പുറത്താക്കുന്നു, നിതീഷ് റാണെ ഔട്ടാക്കി വിടുന്നു. അങ്ങനെ അവർ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യം കണ്ടില്ലേ? അക്ഷർ പട്ടേൽ ഗുർജ പേറ്റ്സിംഗ് എടുക്കുന്നത്. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ക്രിസ്റ്റ്യൻ സ്റ്റെപ്സ് നമ്മുടെ മുകേഷ് ചൗധരിനെയും മൻസൂർ കംബോജനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റ്യൻ സ്റ്റെപ്സും സമീർ റസിയും അവസാന ഘട്ടത്തിലൊക്കെ. പിന്നെ സ്റ്റെപ്സിന്റെ വിക്കറ്റ് എടുക്കുന്നത് ജയമി ഓവർട്ടൺ സ്പെൽ എടുത്ത് പറയണം. 19ാമത്തെ ഓവറിൽ 4 റൺസ് വിട്ടെടുത്ത ഒരു വിക്കറ്റാണ് ജയമി ഓവർട്ടൺ എടുത്തത് എന്ന കാര്യം മറക്കേണ്ടതില്ല. പിന്നെ അവസാന ഓവറിൽ അശുതോഷിനെ ഔട്ടാക്കുന്നു. പക്ഷെ റിസ്വി 6 അടിച്ചിട്ടാണ് കളി ഫിനിഷ്. അങ്ങനെ റിസ്വിയുടെ 24 ബോൾ 40 എന്നൊരു പ്രകടനത്തിൽ ഒരു കാമിയോയിലാണ് ടീം യഥാർത്ഥത്തിൽ 185ലേക്ക് എത്തിയെന്ന കാര്യം മറക്കേണ്ടതില്ല. ചെന്നൈയുടെ ബോളിംഗിലേക്ക് വന്നാൽ 4 ഓവറിൽ 19 റൺസ് മാത്രമാണ് അക്കീൽ ഹുസൈൻ വിട്ടുകൊടുത്തത്. മുകേഷ് ചൗധരി 4 ഓവറിൽ 31, കംബോജ് 4 ഓവറിൽ 49 കൊടുത്തപ്പോൾ 100ാമത് 3 ഓവറിൽ 22 കൊടുത്തു. ഗുർജ പേറ്റ്സിംഗ് 4 ഓവറിൽ 29 എടുത്തപ്പോൾ ജേമി ഓവർട്ടൺ 1 ഓവറിൽ 5 റൺസാണ് കൊടുത്തത് എന്ന കാര്യം മറക്കേണ്ടതില്ല. എന്നാൽ മറുപടി ബാറ്റിംഗിൽ CSKയുടെ ബാറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 186 എന്ന ലക്ഷ്യം. അപ്പൊ CSKക്ക് മനസ്സിലാവും ഈ പിച്ച് കണ്ടീഷനിൽ എത്രത്തോളം പിച്ച് സ്ലോ കണ്ടതൊക്കെ CSK അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണിത്. അത് മാത്രമല്ല, ഒരു 10-20 റൺസ് ഷോർട്ടായി പോയി ഡൽഹി. അത് കഴിക്കെ അക്ഷർ പട്ടേൽ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ 120 റൺസിലേക്ക് വരുമ്പോൾ CSKയുടെ കാര്യത്തിൽ സഞ്ജുവും ഗെയ്ക്വാഡും കൂടി ഓപ്പൺ ചെയ്യുന്നു. 2 പേരും തുടക്കത്തിൽ വളരെ പതുക്കെയാണ് ടീം മുന്നോട്ട് എടുക്കുക. വളരെ പതുക്കെ തന്നെയാണ് ടീമിനെ മുന്നോട്ട് പോകുന്നത്. അതായത്
രണ്ടാമത്തെ ഓവറിൽ ആദ്യത്തെ പന്തിൽ സഞ്ജു സെഞ്ചുറിക്ക് നഷ്ടപ്പെട്ടില്ലേ. പിന്നെ ഗെയ്ക്വാഡ് വളരെ പതുക്കെ പോകുന്നു. ഗെയ്ക്വാഡ് 13 പന്തിൽ 6 റൺസ് മാത്രമാണ് ഇന്നലെ ഗെയ്ക്വാഡ് എടുത്തത്. അപ്പോ ടീമിന്റെ ടോട്ടൽ 4 ഓവറിൽ 24 ഒരു വിക്കറ്റ് എന്ന സമയത്തായിരുന്നു. ഗെയ്ക്വാഡ് 13 പന്തിൽ 6 റൺസ് മാത്രമാണ് ഗെയ്ക്വാഡ് എടുത്തത്. നുറുവിൽ പട്ടേലും അടിക്കാൻ ശ്രമിക്കുന്നു. 9 പന്തിൽ 17 റൺസാണ് അദ്ദേഹം എടുത്തത്. 2 സിക്സറുകളൊക്കെ അദ്ദേഹം അടിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അക്ഷർ പട്ടേലിന്റെ ബോളിൽ സ്റ്റംപഡായി പുറത്താകുന്നു. പിന്നെ കാർത്തിക് ശർമ്മയും സഞ്ജുവും കൂടി വിജയത്തിലേക്ക് കൊണ്ടുപോയി 8 വിക്കറ്റിന് വിജയമാണ് സ്വന്തമാക്കിയത്. ഗംഭീര വിജയം. സഞ്ജു 52 പന്തിൽ 87 റൺസ്. നമ്മൾ പറഞ്ഞു സഞ്ജുവും ഇല്ലാതെ CSK വിജയിക്കുക ഉറപ്പാണ്. പക്ഷെ ഇന്നലെ ബോളേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കളിച്ചത് കൂടി നമ്മൾ എടുത്ത് പറയണം. കാർത്തിക് ശർമ്മ ആവട്ടെ 31 പന്തിൽ 41 റൺസ്. കാർത്തിക് ശർമ്മ അവസാനം നല്ല ടച്ചിലാണ് ഉണ്ടായത്. അദ്ദേഹമാണ് കളി ഫിനിഷ് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് ഉർവിൽ പട്ടേൽ എൻഗേജിക്ക് ബാക്ക് ടു ബാക്ക് സിക്സ് ഒക്കെ അടിക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ 5ാമത്തെ ഓവറിൽ. പിന്നെ കുൽദീപിനെയും നട്രാജിനെയും ഒക്കെ ആനങ്ങ് അടിക്കുന്ന കാഴ്ച സഞ്ജു തുടങ്ങുന്നു. നമ്മുടെ കാർത്തിക് ശർമ്മയും അത് ഏറ്റങ്ങ് എടുക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് കാർത്തിക് ശർമ്മ താണ്ഡവമാടും. അങ്ങനെ 100 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഒക്കെ അവരെടുക്കുന്നു. കാർത്തിക് ശർമ്മ നട്രാജിനെതിരെ 6 ബൗണ്ടറി അടിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മത്സരം. അപ്പൊ CSK വിന്നിംഗ് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. DC ഇപ്പോൾ കഴിഞ്ഞ കളി അവർ രാജസ്ഥാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതായത് മുമ്പത്തെ കളി. പക്ഷെ അതിന് മുമ്പ് തുടരെ തോൽവികൾക്ക് DC അവർ കണ്ടിന്യൂ ചെയ്യുന്നതിന് തോന്നുന്നുണ്ട്. ഇപ്പോൾ DC മുന്നോട്ട് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.